നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറ് വലിയ ആളാ, എത്രയോ പേര് പരിചയമുണ്ട്. എന്നിട്ടും ഒരു വിലയില്ലാത്ത എന്റെ പിന്നാലെ നടന്ന് സമയം കളയണം. ഞാൻ പറഞ്ഞില്ലേ, വലിയവരൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ മനസ്സിന് ഇഷ്ടം തോന്നിയത് ഒരാളോടെ ഉള്ളൂ. സർ, ദയവ് ചെയ്ത് എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. തിരുമേനി ക്ഷമിക്കണം. തെറ്റായ ഒരു സമീപനവും എന്റെ ഭാഗത്തുനിന്ന് രാധികയോടുണ്ടായിട്ടില്ല. തിരുമേനിയോട് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മുൻപ് ഞാൻ അങ്ങയോട് ചോദിച്ചല്ലോ, ഈ ഗ്രാമത്തിൽ നിന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയെ അങ്ങക്ക് കണ്ടെത്തി തരാൻ പറ്റുമെന്ന്. എന്റെ മനസ്സിൽ അങ്ങനൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിച്ചത്. അങ്ങയുടെ മകൾ രാധികയെ എനിക്കിഷ്ടമാണ്. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിതല്ലല്ലോ രീതി. അറിയാം. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നാളെ ഞാൻ അമ്മയും കൂട്ടി തിരുമേനിയുടെ വീട്ടിലേക്ക് വരാം. അമ്മ കാര്യങ്ങൾ സംസാരിക്കും. അമ്മ ഒന്ന് രാധികയെ കാണട്ടെ തിരുമേനി. അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. എന്നാ ഞാൻ പോട്ടെ. ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. മാനസികാവസ്ഥയ്ക്ക് എന്താ പ്രശ്നം? നിങ്ങൾ ചെറുപ്പമാണ്. വിവാഹം കഴിഞ്ഞ അടുത്ത നാളുകളിൽ ഇത്തരം യാത്രകളൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ? അച്ഛാ, അച്ഛൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. ആദ്യം അതൊന്നും ശരിയാവട്ടെ. അത് കഴിഞ്ഞിട്ട് ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എനിക്കിപ്പോ നീ കാണുന്ന കുഴപ്പം എന്താ? പ്രായമായി, അതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് കരുതി പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും യാത്ര പോകണ്ടെന്നാണോ? വരുണ് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട അച്ഛാ. ഞങ്ങളിവിടെ ഹാപ്പിയാണല്ലോ. നിങ്ങൾ ഇവിടെ ഹാപ്പിയാണെന്ന് ഞങ്ങൾക്കും കൂടി വിശ്വാസം വരണ്ടേ? ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. നമ്മുടെ എസ്റ്റേറ്റിലേക്കും നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കും തന്നെയാ. അതിനെ ഒരു ട്രിപ്പായിട്ട് കണക്കാക്കണ്ട. നാളെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് വരുണാണല്ലോ. അവിടെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയുകയും ചെയ്യും. ആ, അത് അമ്മ പറഞ്ഞതാ കാര്യം. ഇതൊരു ട്രിപ്പായിട്ടൊന്നും കാണണ്ട. അച്ഛൻ എന്തായാലും ബിസിനസ് കാര്യത്തിന് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് പോയി അത് അന്വേഷിച്ചിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.